ഹലോ വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ തയ്യൽ മെഷീൻ, ഉഷയുടെ തന്നെ സാധാരണ തയ്യൽ മെഷീൻ, അതിലേക്ക് മോട്ടർ എങ്ങനെ പിടിപ്പിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ മോട്ടറും ഉഷയുടെ തന്നെയാണ്. ഞാനിതൊരു 1 ഇയർ വാറണ്ടിയുള്ള മോട്ടറാണ് വാങ്ങിയത്. ഓൺലൈനല്ല, ഓഫ്ലൈനായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 1500 രൂപയാണ്. 750 രൂപയ്ക്കും കിട്ടും മോട്ടർ. പക്ഷേ അത് 6 മാസത്തെ വാറണ്ടിയേ ഉള്ളൂ. പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാലും 6 മാസത്തിന് ശേഷം സംഭവിച്ചാൽ പിന്നെ നമ്മളത് റിപ്പയർ ചെയ്യാൻ നടക്കണം. അതുകൊണ്ട് 1 ഇയർ വാറണ്ടി ഉള്ള ഒരെണ്ണമാണ് വാങ്ങിയിട്ടുള്ളത്. 1500 രൂപയാണ് ഇതിൻ്റെ വില. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഈ കാണുന്ന പോലെ തന്നെ 3 പാക്കായിട്ട് വരുന്നത്. ഒന്ന് മോട്ടർ, ഒന്ന് ഇതുപോലെ ഫുഡ് പ്രഷർ, പിന്നെ അതിൻ്റെ വീലിലിടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി, അങ്ങനെയുള്ള ഒരു 3, പിന്നെ സ്ക്രൂ ഉണ്ട്. സ്ക്രൂ ഓൾറെഡി നമ്മുടെ മെഷീനകത്ത് ഉണ്ടാവും. അപ്പോൾ അത് കൂടാതെ അവരും എക്സ്ട്രാ സ്ക്രൂ തരുന്നുണ്ട്. പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയാണ് നമ്മുടെ വീലിനകത്ത് കണക്ട് ചെയ്യാൻ വേണ്ടി, വീല് മോട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് കണ്ടു നോക്കാം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് മോട്ടർ കണക്ട് ചെയ്യുന്നത്. എൻ്റെ ഒരു 8 വർഷം പഴക്കമുള്ളൊരു മെഷീനാണ്. ഇതുവരെ മോട്ടർ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതേ ഇതുപോലെ തന്നെ ഞാൻ കാണിച്ച ആ ഒരു വശം വെച്ചിട്ട് ഇത് നമ്മുടെ മെഷീൻ്റെ വീലിൻ്റെ താഴത്തായിട്ട് സ്ക്രൂ വരും. ആ സ്ക്രൂ ആദ്യം അഴിച്ചു മാറ്റുക. അഴിച്ചു മാറ്റിയ ശേഷം നമ്മുടെ ഈ മോട്ടറിൻ്റെ സ്ക്രൂ കയറ്റാനുള്ള വശം അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ബെൽറ്റ് കണ്ടോ? ഈ ബെൽറ്റ് ഈ ഒരു സാധനത്തിൽ ഇട്ടേച്ചും വേണം നമ്മൾ ഇതിലേക്ക് കയറ്റിയിടാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ ഈ ബെൽറ്റ് ഇടാതെ നമ്മൾ ഈ മോട്ടറിൻ്റെ ഇവിടുത്തെ ഈ സ്ക്രൂ മുറുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല. നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്തിട്ട് ബാക്കി നമ്മൾ ചെയ്യേണ്ടത് പ്ലെയർ എന്തെങ്കിലും വെച്ചിട്ടാണ്. ആ പ്ലെയർ എന്തെങ്കിലും വെച്ച് നമ്മൾ മുറുക്കിയാൽ ഇത് ടൈറ്റ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും, ലൂസായിക്കൊണ്ടിരിക്കും. നമ്മൾ എത്ര മുറുക്കിയാലും മുറുകത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ബെൽറ്റ് ഇടണം. ഇടുന്നതിനൊപ്പം തന്നെ ഇത് ഒരുപാട് അങ്ങ് ടൈറ്റ് ആവാൻ പാടില്ല. ഇങ്ങനെ പിടിക്കുമ്പോൾ ചെറിയൊരു ലൂസ് ഉണ്ടാവണം. ആ ചെറിയൊരു ലൂസ് വെച്ച് ബാലൻസ് ചെയ്തിട്ട് ഇതിലേക്ക് കയറ്റിയിട്ട് അതിന് ശേഷം ആദ്യം ഇതിലേക്കൂടാണ് കയറ്റേണ്ടത്. നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിലൂടെ ഈ സൈഡ് വഴി ഇതിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ടതിന് ശേഷം വേണം നമ്മുടെ ഈ ഒരു സാധനത്തിലേക്ക് ഈ ബെൽറ്റ് കയറ്റിയിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം ഇവിടുത്തെ നട്ട് ഒന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുറുക്കാൻ. അതായത് ഈ സാധനം ഇങ്ങനെ ലൂസായിട്ടിരിക്കാൻ പാടില്ല, നല്ല ടൈറ്റിൽ തന്നെ ഇരിക്കണം. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിനുശേഷം ഈ ഒരു പ്ലഗ് എടുത്ത് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ചവിട്ടുന്ന സംഭവമാണിത്. ഇങ്ങനെ പ്രഷർ ഫുഡ് പ്രഷറാണിത്. ഇതിൽ പ്രസ് ചെയ്താൽ മതി. പ്ലഗ് നമ്മുടെ നോർമൽ 3 പിന്നാണ്. 3 പിൻ പ്ലഗിൽ തന്നെ കുത്തണം. 2 പിൻ പ്ലഗിൽ എക്സ്റ്റൻഷൻ പ്ലഗ് വെച്ചിട്ടൊന്ന് കുത്തരുത്, കാരണം എർത്ത് വരുമെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത്ര സംഭവമുള്ളൂ. മറ്റുള്ള മോട്ടർ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഈസിയാണ്. ഒരുപാട് കണക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു പ്ലഗ് മാത്രമേ ഉള്ളൂ. ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. നമ്മുടെ മെഷീനിൽ ഓൾറെഡി ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടാവും. ഇത് മെഷീൻ്റെ സ്ക്രൂ അല്ല ഞാൻ ഇട്ടേക്കുന്നത്. മെഷീൻ്റെ സ്ക്രൂ കുറച്ച് നീളമുള്ളതാണ്. അപ്പോൾ ഈ മോട്ടറിൻ്റെ ഈ സംഭവം കയറ്റി വെച്ചപ്പോഴത്തേക്കും എനിക്ക് മെഷീൻ്റെ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടിയ സ്ക്രൂ ഇട്ടാണ് ഞാൻ ഈ ടൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ മെഷീൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന സ്ക്രൂ ആണ്. അത് അഴിച്ച് മാറ്റുക. ഈ മോട്ടറിൻ്റെ ഈ ഒരു വശം ഇതിലേക്ക് വെച്ച് സ്ക്രൂ ഇട്ടൊന്ന് സ്ക്രൂ ഡ്രൈവർ വെച്ചൊന്ന് കറക്കി വയ്ക്കുക. അതിനുശേഷം ജസ്റ്റ് ലൂസിൽ കിടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു വള്ളി ഈ ഒരു ഭാഗത്തൂടെ അകത്തേക്ക് കയറ്റിയിട്ടതിന് ശേഷം ഈ ഒരു ചെറിയ വശം കണ്ടല്ലോ, ഇവിടേക്ക് ഇടണം. ഇട്ട് കണക്ട് ചെയ്ത് ഒരുപാട് അങ്ങ് ടൈറ്റ് വരാൻ പാടില്ല, ലൂസിൽ നിൽക്കണം. അതായത് നമ്മളിവിടെ മുറുക്കുന്ന അനുസരിച്ചിരിക്കും. ഒരുപാട് അങ്ങ് മുറുക്കി കഴിയുമ്പോൾ ഈ വള്ളി ടൈറ്റ് ആവും. ടൈറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ വീല് കറങ്ങില്ല. വീല് കറങ്ങാതെ ഈ വള്ളി പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുപോലെ മോട്ടറിനും അത്ര പ്രഷറാവും. അതനുസരിച്ച് നമ്മൾ ആ ഒരു ലൂസ് കിട്ടുന്ന വിധത്തിൽ വേണം ഈ ഒരു സ്ക്രൂ നമുക്ക് മുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് മോട്ടർ സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ